റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നല്ലതും പരിപൂർണവുമായത് എന്താണ്? അത് ദൈവഹിതപ്രകാരമുള്ളതാണ്. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ഞാൻ നിരന്തരം ആഗ്രഹിക്കണം. എൻ്റെ പ്രാർത്ഥനകളെല്ലാം എപ്പോഴും ദൈവഹിതം നിറവേറുവാൻ വേണ്ടി ആയിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം, പക്ഷേ ആ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നല്ല നല്ല ആഗ്രഹങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അപ്പോഴും പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടതും നമ്മളുടെ ആഗ്രഹം ചിന്തിച്ച് അവസാനിപ്പിക്കേണ്ടതും എന്തായാലും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമായിരിക്കും, നല്ല നല്ല സ്വപ്നങ്ങൾ പറയുമായിരിക്കും. അപ്പോഴും നമ്മൾ പറഞ്ഞവസാനിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്നു തന്നെ ആയിരിക്കണം. അത് നമ്മളുടെ സംസാരത്തിലുടനീളം ദൈവഹിതം, അത് നമ്മളുടെ സംസാരത്തിലുടനീളം ആ ദൈവഹിതം എന്നുള്ള ആശയം നമ്മൾ കൊണ്ടുവരണം. വിശുദ്ധന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ ഓരോ കാര്യം പറയുമ്പോഴും ദൈവഹിതപ്രകാരമാണെങ്കിൽ എനിക്കങ്ങനെ സംഭവിക്കട്ടെ, ദൈവഹിതപ്രകാരമാണെങ്കിൽ ഞാനങ്ങനെ പറയാം, ദൈവഹിതപ്രകാരമാണെങ്കിൽ ഞാനത് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവർ ജീവിച്ചത്. ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ ഹിതം തേടുന്ന ജീവിതം, അതാണ് വിശുദ്ധിയുടെ ജീവിതം എന്ന് പറയുന്നത്, പരിപൂർണതയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ദൈവഹിതം തേടുന്നൊരു ജീവിതം നമുക്കുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവഹിതപ്രകാരം ദൈവഹിതം തേടുന്നൊരു ജീവിതം കൊണ്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.